വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ്റെ ഒരു പ്രോബ്ലം പാർട്ടാണ്. ഇവിടെ നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ട് -1,0, 0,2, 1,4, 2,5. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഡേറ്റ. അത് ഞാൻ XY എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. -1, 0, 0, 2, 1, 4, 2, 5. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ എക്സിൻ്റെ സ്ക്വയർ എടുക്കണം. -1ൻ്റെ സ്ക്വയർ 1 തന്നെ, 0യുടെ സ്ക്വയർ എടുക്കുമ്പോൾ 0 തന്നെ അല്ലേ വരുള്ളൂ. 1 സ്ക്വയറിൻ്റെ 1 തന്നെ, 2 സ്ക്വയറിൻ്റെ 4 തന്നെ. അപ്പോൾ എക്സ് സ്ക്വയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. XY എന്ന് പറഞ്ഞാലോ -1 × 0, 0 തന്നെ, 0 × 2 എന്ന് പറയുന്നത് 0 ആണ്, 1 × 4, 4 വരും, 2 × 5, 10 വരും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ടേബിൾ എഴുതി വെക്കാം. ഇനി നമുക്ക് σx ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് σx 2 എന്ന് കിട്ടും. ഇനി σy ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 എന്ന് കിട്ടും. ഇനി σx² എന്ന് പറയുമ്പോൾ ഈ ആൻസർ എല്ലാം കൂടെ ആഡ് ചെയ്യണം. 4 + 1 5, 5 + 0 5 തന്നെ, 5 + 1 എന്ന് പറയുന്നത് 6. ഇനി XYൻ്റെ സിഗ്മ എന്ന് പറയുമ്പോഴത്തേക്കും 10 + 4 14 എന്നും പറഞ്ഞു വരും. ഇനി നമുക്കിവിടെ എത്രയാണ് n എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് എത്രയുണ്ട്? 4 എണ്ണമല്ലേ ഉള്ളത്. അപ്പോൾ n = 4 വന്നു. ആദ്യം തന്നെ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ലൈൻ ഇക്വേഷൻ ആണ്. ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = a + bx എന്നുള്ളതാണ്. അവിടെ വരുന്നതാണ് ഈ ഇൻ്റർസെപ്റ്റിൻ്റെയും സ്ലോപ്പിൻ്റെയും ഇക്വേഷൻ. ആദ്യം ഇൻ്റർസെപ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും a = y - bx എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാം. എക്സ് ബാർ എന്ന് പറയുന്നത് എക്സിൻ്റെ മീനാണ്. അതായത് -1 + 0 + 1 + 2 / 4 ചെയ്യുന്നതാണ് നമ്മുടെ എക്സ് ബാർ. അത് നമുക്ക് 0.5 എന്ന് കിട്ടും. ഇനി വൈ ബാർ എന്ന് പറയുന്നത് വൈൻ്റെ സം എടുത്തിട്ട് /4 ചെയ്യണം. 0 + 2 + 4 + 5 / 4 എന്ന് പറയുന്നത് 2.75 ആണ്. ഈ ഇക്വേഷനിലുള്ള വൈയിലും എക്സിലുമാണ് നമ്മൾ ഈ എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നത്. അവിടെ അപ്പോൾ ബി ഇല്ല. ബി കണ്ടുപിടിക്കാനാണ് നമ്മുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. b = n × σxy - σx × σy / n × σx² - σx² എന്നാണ് നമ്മുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n എന്ന് പറയുന്നത് 4 ആണ്, σxy എന്ന് പറയുന്നത് 14 ആണ്, -σx എന്ന് പറയുന്നത് 2 ആണ്, σy എന്ന് പറയുന്നത് 11 n × 4 × σx² എന്ന് പറയുന്നത് 6 ആണ്, σx² എന്ന് പറയുന്നത് 2² ആണ്. അപ്പോൾ നമുക്ക് ബിൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 1.7 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് b = 1.7 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ, അതായത് ഇൻ്റർസെപ്റ്റിൽ എയുടെ ഇക്വേഷനിലോട്ട് നമ്മൾ ഈ ബി വാല്യൂ ഇട്ട് കൊടുക്കുക. വൈ ബാർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2.75 ആയിരുന്നു. ബി എന്ന് പറയുന്നത് ഇപ്പോൾ 1.7 കിട്ടിയിട്ടുണ്ട്. എക്സ് ബാർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് എക്സിൻ്റെ അവിടെ ഇടുന്നത്, 0.5 കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1.87 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് നമ്മൾ റൗണ്ട് ചെയ്ത് 1.9 എന്ന് എഴുതി. ഇനി നമ്മുടെ ലൈൻ്റെ ഇക്വേഷനിലോട്ട് ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെയും ബിൻ്റെയും, അതായത് ഇൻ്റർസെപ്റ്റിൻ്റെയും സ്ലോപ്പിൻ്റെയും വാല്യൂസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതായത് y = 1.9 + 1.7x എന്ന് കിട്ടും. ഇനി ഈ ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ്റെ ക്വസ്റ്റ്യനിൽ കണ്ടുവരുന്നതാണ്, അവരൊരു കഥ പോലെ ഒരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് ഓക്കെയാണ്. എന്നിട്ട് ഒരു സപ്പോസ് ഒരു 70 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെന്താണ് മാറ്റം വരുന്നത്, അല്ലെങ്കിൽ ഒരു 90 ഇയേഴ്സ് കഴിഞ്ഞാൽ എന്താണ് മാറ്റം വരുന്നത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ എക്സിൻ്റെ അവിടെ x = 19 എന്ന് കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്താൽ മതി. അതായത് y = 1.9 + 1.7 × 19 ചെയ്യുമ്പോൾ നമുക്കവിടെ ആൻസർ കിട്ടും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ എന്തെങ്കിലും അഡീഷണലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എന്താണോ നമുക്ക് അഡീഷണൽ തന്ന വാല്യൂ, ആ വാല്യൂ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എഴുതി കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ?